കേരളത്തിൻ്റെ നെല്ലറയാണല്ലോ പാലക്കാട്. എന്നാൽ പാലക്കാട്ടുകാർ തന്നെ പാവങ്ങളുടെ ഊട്ടി എന്ന് വിളിപ്പേരിട്ട് വിളിക്കുന്ന പാലക്കാടിൻ്റെ മറ്റൊരു മുഖത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അതെ, നെല്ലിയാമ്പതി. വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും പതിവ് പോലെ ഇറങ്ങിയപ്പോൾ താമസിച്ചു. ഏകദേശം 7 മണിയായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻ്റെ കാര്യം പറയണ്ടല്ല. ആലപ്പുഴയിൽ നിന്ന് തുറവൂർ വരെ വന്ന കാര്യം വീണ്ടും പോട്ടെന്ന് വെക്കാം. തുറവൂർ കഴിഞ്ഞാൽ പിന്നെ അതോ ഗതി. നിങ്ങൾ തന്നെ കണ്ടോ. ദേ, ഇതാണ് അവസ്ഥ. ഡെക്കാർ റാലി ഓർഗനൈസേഷൻ എങ്ങനെ ഇത് കണ്ടിരുന്നെങ്കിൽ മിക്കവാറും ഇത്തവണത്തെ ഡെക്കാർ റാലി ഇവിടെ വെച്ച് നടത്തിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രക്കും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് ട്രാക്കാണ്. അതുകൊണ്ട് പറഞ്ഞത് ഡെക്കാർ റാലി എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഓഫ് റോഡ് റേസിംഗ് ആണ്. സാധാ റാലി റേസിങ്ങിനേക്കാളും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ട്രാക്കായിരിക്കും അതിനായിട്ട് ചൂസ് ചെയ്യുക. നമ്മുടെ അരൂർ തുവൂർ റോഡിൽ ഡെയിലി സ്വിഗ്ഗി ഓടുന്നൊരു പയ്യനെ കൊണ്ട് ഡെക്കാർ റാലിയിൽ നിർത്തി കഴിഞ്ഞാൽ അവൻ സുഖമായിട്ട് കപ്പടിച്ചുകൊണ്ട് വരും. അങ്ങനെ ട്രാഫിക്കും ഓഫ് റോഡും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ തൃശ്ശൂർ പാലക്കാട് ഹൈവേ കയറിയിട്ടുണ്ട്. അതിനിടയ്ക്കുള്ള ക്ലിപ്പുകളൊക്കെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയാണ്, വെറുതെ വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടുന്നതിനാന്ന് ഓർത്തിട്ട്. ഇപ്പോൾ നമ്മൾ കുതിരാൻ തുരങ്കത്തിനോടടുത്തെത്തി. എനിക്ക് തോന്നുന്നു ഞാൻ ഈ റൂട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യം കുതിരാൻ തുരങ്കത്തിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. അതൊരു പ്രത്യേക ഫീൽ തന്നെ. കുറേ അടിച്ചു താത്തി സ്ഥിതിക്ക് ഇനി കുറച്ച് കയറ്റി പറയാം. കേരളത്തിലെ റോഡിനെ പറ്റി കുറ്റം മാത്രം പറഞ്ഞാൽ പോരല്ലോ. നമ്മുടെ ആലുവ ആ ഒരു സൈഡ് കഴിഞ്ഞാൽ പിന്നെ റോഡൊക്കെ അത്യാവശ്യം നീറ്റാണ്. ഈ തൃശ്ശൂർ പാലക്കാട് ഹൈവേ ഒക്കെ അത്യാവശ്യം നല്ല റോഡുകൾ തന്നെയാണ്. ആകെയുള്ള പ്രശ്നം ഈ ലോറി ഡ്രൈവർമാർക്കും ഓട്ടോ ചേട്ടന്മാർക്കും ഒന്നും ലൈൻ ട്രാഫിക് പാലിക്കാൻ അറിയത്തില്ലെന്നുള്ളതാണ്. എല്ലാവരും വലത്തെ സൈഡിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതേ കുതിരാനെത്തി. ഈ തുരങ്കത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഉടനെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മനോഹരമാണ്. ആ 2 മലയും അതിനിടയിൽ കൂടെയുള്ള ഈ റോഡും കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മളിപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു എറണാകുളം സൈഡിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഫ്രണ്ടോട്ട് വന്ന് യൂട്ടേൺ എടുത്ത് അണ്ടർപാസ് വഴി വേണം വടക്കാഞ്ചേരി റൂട്ടിലോട്ട് കയറാൻ. വടക്കാഞ്ചേരിയിൽ നിന്ന് വീണ്ടും ഫ്രണ്ടോട്ട് വന്ന് നെന്മാറ എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണുണ്ട്. ആ ടൗണിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് പോകാനായിട്ട്. പിന്നെ ഒരു കാര്യം, നെല്ലിയാമ്പതിയിലോട്ട് പോകണവർ മാക്സിമം കയ്യിൽ കുറച്ച് ക്യാഷ് കൊണ്ടുപോവുക. മിക്ക കടകളും കുറച്ച് പഴയ സെറ്റപ്പാണ്. അവിടെ ഈ ഗൂഗിൾ പേയും ഫോൺ പേ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം കയ്യിൽ പൈസ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്നു. ഇവിടെ ബൈക്കിനും കാറിനും ഒക്കെ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ അടച്ചാൽ മതി. പോകുന്ന സമയത്ത് വണ്ടിയുടെ ഡീറ്റെയിൽസ് മാത്രം എഴുതി കൊടുത്തിട്ട് പോവുക. ബൈക്സിന് വൈകിട്ട് 4 മണി വരെയും കാറുകൾക്ക് 5 മണി വരെയാണ് എൻട്രി ഉള്ളത്. ഈ ചെക്ക് പോസ്റ്റിന് മുന്നേ ആയിട്ട് പൂത്തുണ്ടി ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു. കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് അവിടെ കയറി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ഞാൻ നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ടും ഓൾറെഡി കുറച്ച് താമസിച്ചത് കൊണ്ടും തിരിച്ചു വരുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫ്രണ്ടോട്ട് വന്ന് ഇതാണ് പൂത്തുണ്ടി ഡാമിൻ്റെ ഫസ്റ്റ് വ്യൂ പോയിൻറ്റ്. ടിക്കറ്റ് എടുത്ത് പാർക്കിൽ കയറി കാണുന്ന വ്യൂ ഇവിടെ നിന്ന് കാണാമെന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷേ പാർക്കിനകത്ത് വേറെയും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് രസമായിരിക്കും. എനിക്ക് പിന്നെ കാഴ്ചകൾ കാണുന്നതാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ അതിലൊന്നും കയറാഞ്ഞത്. ഈ പൂത്തോണ്ടി ഡാമിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഇതൊരു ഇറിഗേഷൻ ഡാമാണ്. അതായത് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഡാം. നെന്മാറ, ആയല്ലൂർ, മേലാർക്കോട് എന്നീ പഞ്ചായത്തുകളിലോട്ട് കുടിവെള്ളം സപ്ലൈയും ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു. ഏകദേശം 5,90,000 ക്യൂബിക് മീറ്റേഴ്സ് ടോട്ടൽ കപ്പാസിറ്റിയുള്ള ഈ ഡാമിൽ ഫിഷിംഗ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിക്ക് മിക്ക വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാലും നമുക്ക് ആ പോത്തോണ്ടി ഡാം കാണാനായിട്ട് സാധിക്കും. മഴക്കാലമായതുകൊണ്ട് വേനൽക്കാലത്ത് കാണാൻ സാധിക്കാത്ത കുറേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇതുപോലെ കാണാനായിട്ട് പറ്റും. Mm-hmm.
ഇത് പൂത്തുണ്ടി വ്യൂ പോയിന്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇത്രയും കോട കയറി നിൽക്കുന്ന കാരണം പൂത്തുണ്ടി പോയിട്ട് ഒന്നും കാണാൻ മേല. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് നെല്ലിയാമ്പതി ബൊട്ടാണിക്കൽ ഗാർഡൻ. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാം. ഫുള്ള് കോട കയറി മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടുന്ന് ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീപ്പ് സഫാരി പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് ജീപ്പ് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറാനായിട്ട് ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത് അഡൾട്ട്സിന്. കുട്ടികൾക്ക് ടിക്കറ്റൊന്നുമില്ല. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഈ മൊത്തം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ചേട്ടൻ ഞാൻ ആദ്യം ഓർത്ത് എന്തോ മാല ബൾബോ സംഭവം എന്തോ തൂക്കിയിടുവാണെന്ന്. പക്ഷെ അടുത്തോട്ട് ചെന്നപ്പോഴാണ് അതൊരു പൂവാണെന്ന് മനസ്സിലായത്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ഒരു നീരപ്പൂവാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏകദേശം 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ ചാമ്പക്ക, ഓറഞ്ച്, കുറേ വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ്, ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഫാമിലിക്കും കപ്പിൾസിനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാനായിട്ട് കുറേ ഏരിയയും അതിനായിട്ടും സജ്ജീകരിച്ചിട്ടുണ്ട്. ഡാൻസിങ് ഗേൾഡ് അല്ലേ? ഈ ഒരു ഓർക്കിഡിൻ്റെ പേര് ഡാൻസിങ് ഗേൾ എന്നാണ്. അതിൻ്റെ ഷേപ്പ് നോക്കിയേ, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പോലെ ഇല്ലേ. ഈ ചേച്ചിയാണ് ഇവിടുത്തെ നടത്തിപ്പുകാരി. പുള്ളിക്കാരി ഓരോന്നിൻ്റെയും പേരായിട്ട് എനിക്ക് വിശദീകരിച്ച് തരുമോ. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു തരാനുള്ള ഇൻട്രസ്റ്റ് ചേച്ചിക്ക് വീണ്ടും കൂടി. അങ്ങനെ ചേച്ചി നക്ഷത്ര ചെടി, പൈനാപ്പിൾ ട്രീ, ഓർക്കിഡ്, ലിപ്സ്റ്റിക് ഫ്ലവർ, ഇംഗ്ലീഷ് ഐവി, ബെറോ സ്റ്റൈൽ, കാക്ടസ്, അങ്ങനെ കുറേ ചെടികളുടെ പേരെനിക്ക് പറഞ്ഞു തന്നു. ഇതിൻ്റെ പേര് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നാണ്. അതിൻ്റെ ആ പൂവിൻ്റെ ഷേപ്പ് നോക്കി, ലിപ്സ്റ്റിക്ക് പോലെയില്ലേ. വരുന്ന ഡിസംബർ 12-ന് ഇവിടെ വെച്ചൊരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഈ കാണുന്ന പുതിയ പുതിയ ചെടികളൊക്കെ ഇവർ ബഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസംബർ 12-ാം തീയതി ഇവിടെ വരാവുന്നതാണ്. ഇത് യൂറോപ്പിലെ ചെടിയാണ്. ഇതിൻ്റെ ഫ്ലവർ പേനൻ്റെ റീഫില്ലർ പോലെയാണ്. ഇതെല്ലാം നിങ്ങൾ ഇവിടെ തന്നെ പ്ലാന്റ് ഇനി ഡിസംബറിൽ ഫ്ലവർ ഷോ വരുന്നുണ്ടേ. അതിനായിട്ട് റെഡിയാക്കുന്നല്ലേ? ഇല്ല കഴിച്ചില്ല. എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചായിരുന്നൊരു ചോദ്യവും പാവം ചേച്ചി. അപ്പോൾ ചേച്ചിയോടും ബൈ പറഞ്ഞ് നമ്മൾ നേരെ അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നതിന് സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാനായിട്ടാണ്. അവിടെയും എൻട്രിക്കും എക്സിറ്റിനും സമയമുണ്ട്. വേറെ ടിക്കറ്റോ പാസോ കാര്യങ്ങളോ ഒന്നുമില്ല. കയറുമ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കണം. 6 മണിക്കുള്ളിൽ തിരിച്ചിറങ്ങണമെന്ന് അവർ നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. മേളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ പാർക്കിങ്ങിനായിട്ട് ചെറിയൊരു ഫീസ് കൊടുക്കണം. അതല്ലാതെ വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ താഴെ കൊല്ലംകോടാണ്. കൊല്ലംകോട് നിന്നിട്ട് മേപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ സീതാർകുണ്ടും കാണാൻ പറ്റും. മാക്സിമം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വീക്ക് ഡേയ്സിൽ വരാനായിട്ട് നോക്കുക. വീക്കെൻഡിലൊക്കെ വരാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ ഇതുക്കുമ്പോൾ ഒരു തവണ ഫാമിലിയായിട്ട് ഇവിടെ വന്നിട്ടുള്ളപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ വീക്ക് ഡേയ്സിൽ വരാനായിട്ട് നോക്കുക മാക്സിമം. അതാകുമ്പോഴത്തേനും തിരക്കൊന്നും കാണത്തില്ല. നമുക്ക് സമാധാനമായിട്ട് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് പറ്റും.
സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ ഇറങ്ങിയപ്പോൾ അവിടെ അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടം കാണാം. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി എങ്ങനെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഫോറസ്റ്റ് ആയതുകൊണ്ട് അതിക്രമിച്ച് കയറാനൊന്നും ഞാൻ നിന്നില്ല. ഇവിടെ ഇനിയും മീനംപാറ, മേട്ടുമല എന്നൊക്കെ പറഞ്ഞിട്ട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ പോകാനായിട്ട് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യമായിട്ട് തിരിച്ച് പോകേണ്ട ഒരു കാര്യം വന്നതുകൊണ്ട് വീഡിയോ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കംപ്ലീറ്റ് മീൻസ് ഫുള്ള് എല്ലാ വ്യൂ പോയിൻറ്റും കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഈ ഫ്രണ്ട് ബൈക്കിൽ പോകുന്നവന്മാരെ ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. അവന്മാരെ എൻ്റെ വണ്ടി നമ്പർ പ്ലേറ്റ് കണ്ട് എന്നെ ചേസ് ചെയ്ത് പിടിച്ച അവന്മാർ ചേർത്തിലുള്ളവന്മാരെ. അവന്മാരിങ്ങനെ കറങ്ങി വരിക, അതായത് വാൽപ്പാറ പോയി കൊല്ലങ്കോട് പോയി അങ്ങനെ കറങ്ങി വരിക. അത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു റൗണ്ട് ട്രിപ്പ് പോലെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. നമ്മുടെ ആലപ്പുഴ അല്ലെങ്കിൽ എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ വഴി കറങ്ങി പൊള്ളാച്ചി ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ കൊല്ലങ്കോട് എത്തി, കൊല്ലങ്കോട് നിന്ന് പിന്നെ നെന്മാറന്ന് ലെഫ്റ്റ് കയറി നമ്മുടെ ഇങ്ങോട്ട് നെല്ലിയാമ്പതിയുടെ കവർ ചെയ്തിട്ട് തിരിച്ചു പോകാവുന്നതാണ്. അതൊരു ബെസ്റ്റ് റൂട്ടാണ്. റൗണ്ട് ട്രിപ്പൊക്കെ നോക്കുന്നവർക്ക് അതൊരു പറ്റിയ ഓപ്ഷനാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്ത ഒരു റിസോർട്ടും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ വന്ന ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു. നെല്ലിയാമ്പതിയിലോട്ട് KSRTC ബസ് സർവീസ് ഉണ്ട്, അത് പറയാനായിട്ട് വിട്ടുപോയി. നെന്മാറ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നെല്ലിയാമ്പതിക്ക് ബസ്സുണ്ട്. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ബസ് സ്റ്റാൻഡിൽ പോയി തിരക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ റോഡിൽ ഓടുന്ന ഒരു ബസ്സിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. നമ്മളവിടെയൊക്കെ ഓടുന്ന അത്രയും വലിപ്പമില്ല ഇവിടുത്തെ KSRTC ബസ്സിന്. ചിലപ്പം ഈ കുത്തനെയുള്ള ബെൻഡുകളും യൂട്ടേണും ഒക്കെ കയറാൻ എളുപ്പമായിട്ട് നീളം കുറവുള്ള ബസ്സുകളായിരിക്കാം ഈ റൂട്ടിലിട്ടേക്ക്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. നമ്മൾ കയറി പോകുമ്പോൾ അവർ ഇവിടെ നിന്നൊരു ടിക്കറ്റ് തരും. ആ ടിക്കറ്റ് നമ്മൾ തിരിച്ച് ഇവിടെ ഏൽപ്പിച്ചാൽ മാത്രമേ നമ്മുടെ വണ്ടി പുറത്തോട്ട് വിടുകയുള്ളൂ. അപ്പോൾ ആ ടിക്കറ്റ് ഇവിടെ തിരിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഗേറ്റ് ക്രോസ് ചെയ്യാനായിട്ട്. ഇതാണ് ഞാൻ നെല്ലിയാമ്പതി വന്നപ്പോൾ സ്റ്റേ ചെയ്ത റിസോർട്ട് എന്ന് പറയുന്നത്. ഹിൽ വ്യൂ റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അങ്ങനെ വലിയ ലക്ഷറി ഒന്നുമല്ല, പക്ഷേ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. നേരെ നെല്ലിയാമ്പതി മലകളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന കുറേ ഹട്ടുകളും മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള റിസോർട്ട്. അതാണ്, വലിയ എക്സ്പെൻസീവോ കാര്യങ്ങളൊന്നും അല്ല ഇവിടുത്തെ റൂംസ്. ഇവിടെ വരുന്നവർക്ക് ഈ റിസോർട്ട് വേണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഹിൽ വ്യൂ റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് വരുന്നത്. 1650 രൂപ തൊട്ട് ഇവിടെ റൂംസ് അവൈലബിൾ ആണ്. 2250 രൂപയാണ് പ്രൈവറ്റ് ഹട്ട്സിന് വരുന്നത്. മൊത്തത്തിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ ഒരു റിസോർട്ടിൽ എന്ന് പറയാൻ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചൊന്ന് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിപ്പോയെന്നറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.